إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് തഖ്വയോടുകൂടെ ജീവിക്കണമെന്ന് ഗൗരവത്തോടുകൂടെ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിനെ അനുസരിച്ച് അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുത്ത് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ ഉള്ളവന് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതിലൊന്നാമത്തെ കാര്യമായി അവിടുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. മറ്റെന്തിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും പിന്നെ അല്ലാഹുവിൻ്റെ റസൂലുമാകണം അവൻ ഏറ്റവും പ്രിയപ്പെട്ടവൻ. എങ്കിൽ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു. നിങ്ങളുടെ ഉപ്പമാരേക്കാൾ, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങൾ സമ്പാദിച്ചു കൂട്ടിയ നിങ്ങളുടെ സ്വത്തുക്കൾ, അതുപോലെ തന്നെ നഷ്ടം വരുമെന്ന്, കുറവ് വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ തൃപ്തിപ്പെട്ട് താമസിക്കുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അതിനേക്കാളും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാളും അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. ഹലാവത്തുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അല്ലാഹുവിൻ്റെ റസൂലും മറ്റെന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടവർ ആകണം എന്നതിനപ്പുറം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ മറ്റെന്തെങ്കിലും വിഷയം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ ഭാഷയിൽ വിശുദ്ധ ഖുർആനിലൂടെ താക്കീത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തിനേക്കാളും നമുക്ക് പ്രിയപ്പെട്ടത്, നമുക്ക് പ്രിയപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകണം. അല്ലാഹുവിൻ്റെ റസൂൽ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം അതെങ്ങനെയാണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? അള്ളാഹുവിനെ എനിക്കിഷ്ടമാണ്, അള്ളാഹുവിനോട് എനിക്ക് സ്നേഹമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നതാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം? അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് കവിത എഴുതുന്നതാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം? അല്ല സഹോദരങ്ങളെ, അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കലാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹം. അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാത്തവന്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ ഏർപ്പെടുന്നവന് എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമുണ്ട് എന്ന് പറയാനാകും? വിശുദ്ധ ഖുർആനിന്റെ പ്രഥമ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതാണ്. അള്ളാഹുവിന് പുറമെ ഒന്നിനെയും ആരാധിക്കരുത് എന്നതാണ് അള്ളാഹുവിൻ്റെ കലാമിലെ പ്രഥമമായ ഒന്നാമത്തെ കൽപ്പന. അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന് പുറമെ ഒരു സൃഷ്ടിയെയും ആരാധിക്കുന്നവൻ ആയിരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവൻ അള്ളാഹുവിന് പുറമെ ഒരു പടപ്പിനും ഇബാദത്തു നൽകുന്നവൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനെ ജാറങ്ങളിൽ റോന്തു ചുറ്റുന്നവനായി കാണാൻ സാധിക്കില്ല. അവനെ ഏർവാടിയിൽ സുജൂദ് ചെയ്യുന്നവനായി കാണാൻ സാധിക്കൂല. അവൻ മമ്പുറത്തേക്കും സിയം മടവൂരിന്റെ മഖാമിലേക്കും നേർച്ച അർപ്പിക്കുന്നവനായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവൻ ആ രൂപത്തിൽ കാണാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ പ്രഥമ കൽപ്പന അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഒന്നാമത് കൽപ്പിച്ച കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നത്. അതനുസരിക്കാത്തവന് ആ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കാത്തവന് എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നത്? ഇല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികളിലേക്ക് കൈ ഉയർത്തി ദുആ ചെയ്യുന്നവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നേർച്ച കൊടുക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ, ഏത് ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് തുടങ്ങി വിശുദ്ധ ഖുർആനിന്റെ എല്ലാ കൽപ്പനകളും അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അനുസരിക്കുന്നവനായിരിക്കും അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ സ്നേഹിക്കുന്നവൻ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായി പറയുകയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുള്ള പറഞ്ഞു, വമൻ ലം യത്തബിഇർ റസൂല ഫലൈസ മുഹിബ്ബൻ ലില്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യാത്തവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനല്ല. എന്നിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ട് പറഞ്ഞു, വബിഹാദിഹിൽ ആയ യൂസനു ജമീഉൽ ഖലായിഖ്. ഈ ആയത്ത് കൊണ്ട് മുഴുവൻ സൃഷ്ടികളും അളക്കപ്പെടുന്നു. ഫഅലാ ഹസബി ഹദ്ദിഹിം മിൻ ഇത്തിബാഇർ റസൂലി യകൂനു ഈമാനുഹും വഹബ്ബുഹും ലില്ലാഹ്. എത്രമാത്രം അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നുണ്ടോ അത്രമാത്രമായിരിക്കും അള്ളാഹുവിലുള്ള ഈമാനും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഒരാൾക്കുണ്ടായിരിക്കുക എന്നും ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ
ജീവിതത്തിലുടനീളം ഇത്തിബാ ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തോ അവിടുത്തെ മാതൃക ഇതെന്താണ് എന്നന്വേഷിച്ച് അത് പൂർണ്ണമായും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായമുള്ളവരോട്, മുതിർന്നവരോട് എങ്ങനെ പെരുമാറാൻ കൽപ്പിച്ചോ അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവൻ. കുട്ടികളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിലാണോ പെരുമാറിയിരുന്നത് അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവൻ. ഭാര്യമാരോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഏത് രൂപത്തിലാണോ വർത്തിച്ചതും അതുപോലെ വർത്തിക്കാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സ്നേഹമുള്ളവൻ. അയൽക്കാരോട്, പാവങ്ങളോട്, അതുപോലെ തന്നെ വിധവകളോട്, യതീമുകളോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു അതുപോലെ പെരുമാറാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷവിധാനം എങ്ങനെയാണോ അത് ജീവിതത്തിലേക്ക് പകർത്താൻ, അതുപോലെ കൊണ്ടു നടക്കാൻ പരിശ്രമിക്കുന്നവനായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഇരിപ്പും നടത്തവും അവിടുത്തെ ഉറക്കവും അവിടുത്തെ ഉണരലും അവിടുത്തെ സംസാരവും അവിടുത്തെ ജീവിത ശൈലി മുഴുവൻ അപ്പാടെ പകർത്താൻ പരിശ്രമിക്കുന്നവരായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടമാകേണ്ടത് അങ്ങനെയാണ്. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കേണ്ടത്. ഹലാവത്തുൽ ഈമാൻ ലഭിക്കാൻ, ഈമാനിന്റെ മാധുര്യം ലഭിക്കാൻ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം മറ്റെന്തിനേക്കാളും അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടതാവുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. റബ്ബിന് വേണ്ടി മാത്രം ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ജീവിതം പരിശോധിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സ്നേഹബന്ധങ്ങൾ നമുക്കുണ്ടോ? അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇവളെ സ്നേഹിക്കുന്നതും അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ് എന്ന് പറയാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് സാധിക്കുന്ന ഒരു ബന്ധം നമുക്കുണ്ടോ? റബ്ബിന് വേണ്ടി സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദുല്ലി അർശിഹി യൗമ ലാ ദുല്ല ഇല്ലാ ദുല്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിൻ്റെ തണൽ നൽകി അനുഗ്രഹിക്കും. അതിലൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വറജുലാനി തഹാബ്ബ ഫില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച 2 പേരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയൊരു സ്നേഹബന്ധം നമുക്കുണ്ടോ? ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ, ഈമാനിൻ്റെ മാധുര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട അനിവാര്യമായ കാര്യമാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ. അങ്ങനെയൊരു സ്നേഹബന്ധം നമുക്കുണ്ടാവുക എന്നുള്ളത്. നമ്മൾ ഹറാമുകളിലേക്ക് നടക്കുമ്പോൾ നമ്മെ തടുക്കുന്ന, നമ്മൾ ഫർളുകളിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മെ ഉണർത്തുന്ന, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, പരലോകത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലാഹുവിനോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന, സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്ന, നരകത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യാൻ പ്രേരണ നൽകുന്നൊരു സ്നേഹബന്ധം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടോ? ഉണ്ടാകണം. ഈമാനിന് മാധുര്യം വേണമെങ്കിൽ, ഈമാനിന് മാധുര്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രൂപത്തിലുള്ള സ്നേഹബന്ധം നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻ കമാ യക്റഹു അൻ യുൽഖാ ഫിന്നാർ.
അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫ്റിൽ നിന്ന്, സത്യനിഷേധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോകുന്നതിനെ തീയിലേക്ക് എറിയപ്പെടുന്നത് പോലെ വെറുക്കുക എന്നത്, ആ രൂപത്തിൽ അതിനെ വെറുക്കുക എന്നതും ഈമാനിന് മാധുര്യമുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിനേക്കാൾ, അള്ളാഹുവിൻ്റെ ദീനിനേക്കാൾ വലിയ അനുഗ്രഹം, അതിനേക്കാൾ വലിയ നിഅമത്ത് മറ്റെന്തുണ്ട് സഹോദരങ്ങളെ? നമ്മൾ ഇവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനായി അള്ളാഹുവിൻ്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ, അല്ലാഹുൽ മുസ്തആൻ, ഏതെങ്കിലും വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നവരായി നമ്മൾ മാറുമായിരുന്നു. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് ലോകത്തെ മുഴുവൻ പടച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ, അവൻ്റെ മുമ്പിൽ മാത്രം സുജൂദ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹിദായത്തിൻ്റെ പ്രകാശം അത് കെട്ടുപോകാതിരിക്കാൻ അല്ല, ആ പ്രകാശത്തിന് ചെറിയൊരു കുറവ് പോലും സംഭവിക്കാതിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിതാന്ത ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മുടെ ഈമാനിന് കുറവ് വരുത്തുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ മുറിച്ചിടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഈമാനിന് കുറവ് വരുത്തുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിഅമത്ത് നിലനിർത്താൻ വലിയ ജാഗ്രതയും ശ്രദ്ധയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ നസ്റ അബ്ദഹു വഅയ്യദ ജുൻദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അൽമുഫീന അഹ്ദഹു. സാബിത്ത് ഇബ്നു ദഹ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവം അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കേണ്ട സംഭവമാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച്, ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, ഈ സ്ഥലത്ത് വെച്ച് ഒട്ടകത്തെ അറുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട് റസൂലേ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന രൂപത്തിൽ ഒരു വ്യക്തി വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് തിരിച്ചു ചോദിച്ച 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, നീ പറയുന്ന സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും വിഗ്രഹങ്ങൾ ആരാധിക്കപ്പെടുന്നുണ്ടായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, ഫഹൽ കാന ഫീഹാ ഈദും മിൻ അഅയാദിഹിം, സ്ഥലത്ത് വെച്ച് മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ അവരുടെ എന്തെങ്കിലും ഒരു ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അവിടെ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ നേർച്ച പൂർത്തീകരിക്കാനായി സമ്മതം കൊടുത്തു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ് ഈ വ്യക്തി നേർച്ച കൊടുക്കാൻ തീരുമാനിച്ചത്. അള്ളാഹുവിന് വേണ്ടി മാത്രം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നേർച്ച കൊടുക്കാൻ നിയ്യത്ത് ചെയ്തൊരു മനുഷ്യൻ, അവൻ നേർച്ച കൊടുക്കുന്ന സ്ഥലത്ത് ഷിർക്കിൻ്റെ ആഘോഷങ്ങൾ മുശ്രിക്കുകളായ ആളുകൾ മുമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിനുള്ള നേർച്ച നടത്തൽ മഅസിയത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ,
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുശ്രിക്കുകളുടെ ആഘോഷത്തിൽ പങ്കുചേരുക എന്നതോ എത്ര ഗുരുതരമായ പാപമാണ് എന്നും എൻ്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ആഘോഷത്തിൻ്റെ ഭാഗമാകൽ, അവരുടെ ആഘോഷത്തിന് ആശംസയർപ്പിക്കൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഗുരുതരമായ പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ആ പുത്രൻ ജനിച്ച ദിവസമാണ് ഇന്ന ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷത്തിനും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനുള്ളവരെ, നമുക്കെങ്ങനെയാണ് ആശംസയർപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയുള്ള വസ്തുക്കൾ, ആ ആഘോഷത്തിന് സഹായകരമാകുന്ന പൊലിവ് നൽകുന്ന വസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ കടകളിൽ വിൽക്കാൻ നമുക്ക് സാധിക്കുന്നത്? എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്ക് സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഉദ്ദേശമായി പറയപ്പെട്ട കാര്യങ്ങളിൽ ഒരു കാര്യമാണ് വയുൻസിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രനുണ്ട് എന്ന് പറയുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്നും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്തരം വൃത്തികെട്ട ആഘോഷങ്ങൾക്ക് ആശംസയർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്? നമ്മുടെ റബ്ബേകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അല്ലാഹു സമദ് ലം യലിദ്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും പുത്രനുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഖാലിഖായ റബ്ബിന് ഒരിക്കലും ചേരാത്ത സിഫത്താണ് അവൻ പിതാവാണ് എന്നതും അവൻ പുത്രനാണ് എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും ചേരാത്ത വിശേഷണമാണ്. റബ്ബിനെ കുറിച്ച് അത്രയും ഗുരുതരമായ ആരോപണം പറഞ്ഞിട്ടും അതിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷത്തിന് ആശംസയർപ്പിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈമാനിന് കാര്യമായ പുഴുക്കുത്തോ ഏറ്റിട്ടുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഭാഗത്തോട് സദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസിക്ക് അതിന് സാധ്യമല്ല. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവന്, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവര്, അള്ളാഹുവിൻ്റെ ദീനിനെ സ്നേഹിക്കുന്നവർക്ക് അത്തരം ഒരാഘോഷത്തിൻ്റെ ഭാഗമാവാൻ, അതിനാശംസയർപ്പിക്കാൻ സാധ്യമല്ല സഹോദരങ്ങളെ, സാധ്യമല്ല സഹോദരങ്ങളെ. നമ്മൾ അവരോട് പോലും ചെയ്യുന്ന ക്രൂരതയാണ് ഇത്. സംഘടിപ്പിക്കുന്ന ആളുകളോട് പോലുമുള്ള ക്രൂരതയാണ് അതിനാശംസയർപ്പിക്കുക എന്നുള്ളത്. കാരണം അങ്ങനെയൊരു വിശ്വാസവുമായി റബ്ബിനെ കുറിച്ച്, റബ്ബിന് പുത്രനുണ്ട്, റബ്ബിന് പങ്കുകാരുണ്ട് എന്ന വിശ്വാസവുമായി ജീവിച്ചു മരിക്കുന്നവൻ കാലാകാലം നരകത്തിലാണ്. അവരുടെ കൈ പിടിച്ചുകൊണ്ടും അരുതേ, നീ ഇത് ചെയ്യരുതേ, വൻ പാപമാണ്, കാലാകാലം നിത്യനരകത്തിൽ കിടക്കേണ്ടി വരുന്ന ഗുരുതരമായ പാപമാണ് എന്ന് തിരുത്തി കൊടുക്കേണ്ടവൻ, പറഞ്ഞു കൊടുക്കേണ്ടവൻ ആ നമ്മൾ എങ്ങനെയാണ് സഹോദരങ്ങളെ അവർക്കതിനാശംസയർപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത്? അവരോട് പോലുമുള്ള ക്രൂരതയാണത്, അവരോട് പോലുമുള്ള ക്രൂരതയാണത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിൽ ഒറ്റപ്പെടുമെന്നും ഭയപ്പെട്ടുകൊണ്ടും, സമൂഹത്തിൽ പല ചാപ്പകളും നമുക്ക് നേരെ കുത്തപ്പെടുമെന്നും ഭയപ്പെട്ടുകൊണ്ടും ഒരിക്കലും സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തെ, തൗഹീദിനെ അടിയറവും ഒരിക്കലും നമ്മൾ വെക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാരും എന്തൊക്കെ പേരിട്ട് വിളിച്ചാലും, ആരാരും എന്തൊക്കെ ചാപ്പ നമ്മെ കുത്തിയാലും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ തൗഹീദ് അത് മരണം വരെ മുറുകെ പിടിച്ചു തല ഉയർത്തിക്കൊണ്ടും അഭിമാനത്തോടുകൂടെ നിൽക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ, അഭിമാനത്തോടെ അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തും ആഫിയത്തുമുള്ള ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين والمسلمات. ത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്.